ഹലോ കൂട്ടരെ, ഹോസ്പിറ്റലിലും മറ്റൊന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പം ഓരോ ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ, ആശുപത്രികളിലൊക്കെ ചെന്നാൽ ഒരു നല്ല കാഴ്ച കാണാം. സന്ദർശന സമയമായി കഴിയുമ്പം ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഈ കിടക്കുന്ന രോഗിയെ കാണാനായിട്ടൊരു പോക്കുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, എനിക്കൊരു വയോധികനെ അറിയാം. അദ്ദേഹം സംസാരപ്രിയനാണ്. ഒരുപാട് നാൾ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വീട്ടിലുള്ളവരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ആളുകളെ കാണണം, സംസാരിക്കണം, വലിയ സന്തോഷമാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരുത്തരും അദ്ദേഹത്തെ കാണാൻ പോകുകയില്ല. ഏതോ എല്ലാവരും പെട്ടുപഴിച്ച് ചെന്ന് കിട്ടിയാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. കുടഞ്ഞിട്ട് സംസാരിക്കും, അവർ പറയുന്നത് കേൾക്കും. അവർ പോയി കഴിയുമ്പോൾ ഒരു നവോന്മേഷം കൈക്കൊള്ളും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ആർക്കും നേരമില്ല. ആർക്കും നേരമില്ല ഒരാളെ സന്ദർശിക്കാൻ. ഞാൻ ഓർക്കുക, അദ്ദേഹം എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നാട്ടിലും വീട്ടിലും ഒക്കെ ഉള്ളവരെല്ലാം വസ്ത്രം ധരിച്ച് മാറി അദ്ദേഹത്തെ കാണാൻ പോകലായിരുന്നു. അതൊക്കെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമല്ലേ, നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തീരെ വയ്യാതെയായി, ബോധപൂർവ്വം സംസാരിക്കാൻ പറ്റാതെയായി. അപ്പോഴാണ് ആളുകളെല്ലാം ഓടി ചെല്ലുന്നത്. ഇദ്ദേഹത്തെ കാണാനായിട്ട് വീട്ടിൽ പോയിരുന്നെങ്കിൽ സംസാരിക്കാമായിരുന്നു, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാമായിരുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും കുഞ്ഞു സമ്മാനം വല്ലതും കൊടുക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പത്രം വായിച്ച് കേൾപ്പിക്കാം, എന്തെല്ലാം ചെയ്യാമായിരുന്നു. അതെല്ലാം അന്നേരം ഒന്നും സമയമില്ലാതിരുന്ന ആൾക്കാർ അദ്ദേഹം ആശുപത്രി വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യരെ കാണിക്കാനാണോ സ്വയം സംതൃപ്തി അടയാനാണോ ഒക്കെ പേരും സന്ദർശനത്തിന് ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഞാൻ സാധാരണഗതിയിൽ ആളുകൾക്ക് സുഖമില്ലാതെ കിടക്കുമ്പം ആരും കാണാൻ വന്നില്ലെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം മരിച്ചെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരവും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒഴുകുകയാണ്. കുറച്ച് പേരുടെ കയ്യിൽ റീത്ത് കാണും, പൂക്കൾ കാണും. ജീവിച്ചിരുന്നപ്പം ഒരു പൂ കൊടുക്കാൻ മനസ്സില്ലാത്തവരാണോ ഈ മരിച്ചു കിടക്കുന്ന തടി പോലെ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് പൂ വയ്ക്കുന്നത്? ഒരു അവമാനിക്കൽ പോലെയാണ് എനിക്കത്. അവമാനിക്കൽ. നമുക്ക് ആ സ്ഥിതിയിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? മനുഷ്യർ ജീവനോടെ ഇരിക്കുമ്പം എന്തെങ്കിലും കൊടുക്കുക, എന്ത് രീതിയിൽ, വർത്തമാന രീതിയിലായാലും എന്തെങ്കിലും സമ്മാനം കൊടുക്കലായാലും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യലായാലും അതെല്ലാം ജീവനോടെ ഇരിക്കുമ്പം ചെയ്യുക. മരിച്ചു കഴിഞ്ഞിട്ട് വെറുതെ വന്ന് ചുറ്റും കൂടി നിന്ന് പൂക്കളും പൂമാലയൊക്കെ കൊടുക്കുന്നത് അവമാനിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? ശരി, നമുക്കിനി പിന്നെ കാണാം.